ഗാന്ധിജി മരിച്ച ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സിലോണിൽ നിന്ന് വന്ന എൻ്റെ ഒരു അമ്മാവൻ, അവരൊക്കെ ഈ വേൾഡ് വാറിനൊക്കെ പോയ പാർട്ടിയായിരുന്നു, പട്ടാളക്കാരനായിരുന്നു. ഞങ്ങൾ ഓമനച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ചേട്ടൻ വന്നപ്പോൾ ഒരു മെർഫി റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ കുഞ്ഞിങ്ങനെ ചിരിക്കുന്ന പടമുള്ള മെർഫി റേഡിയോ. എന്നിട്ട് ആ മെർഫി റേഡിയോയിൽ സാധാരണ സിലോണാണ് എപ്പോഴും കിട്ടുന്നത്, നല്ല പാട്ടുകൾ. അന്നേ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ചേട്ടൻ അത് ഓൺ ചെയ്തതും കേൾക്കുന്നത് ഈ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഞങ്ങളെന്നിട്ട് അഭിനയിക്കുമായിരുന്നു. ഹേ റാം എന്ന് വിളിച്ച് അദ്ദേഹം വീണുവെന്നും. പേപ്പറൊന്നുമില്ല വീട്ടിൽ, ന്യൂസ് പേപ്പർ കാണാനില്ല. പക്ഷേ അന്തർനേത്രങ്ങളിൽ കൂടെ അവിടെ എല്ലാവരും കാണുക വീട്ടിൽ. എന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലെ സകല പെണ്ണുങ്ങളും ഒരുതരം വീട്ടിൽ ഒരു വല്യമ്മാവൻ മരിച്ചാൽ എങ്ങനെയാണോ അതുപോലെ പച്ചവെള്ളം കുടിക്കാതെ മാറിയിരുന്ന് കരഞ്ഞു. എല്ലാവരും കരയുകയും ചെയ്തു. ഒരുപാട് പേര് ഹരിനാമകീർത്തനം ചെയ്യുന്ന നാമം ജപിച്ചു. അന്ന് നമുക്ക് ഈ മറ്റ് ഭജൻസ് ഒന്നും അറിയാൻ പാടില്ല, പക്ഷേ എഴുത്തച്ഛനെ നല്ല പിടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഹരിനാമകീർത്തനമൊക്കെ ചൊല്ലി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുക്കുവെള്ളം തിളപ്പിച്ച് ഇവരുടെയൊക്കെ തൊണ്ട ശരിയാക്കാൻ ഓരോരുത്തരും ഞങ്ങളുടെ ബന്ധുക്കൾ കൊണ്ട് കൊടുത്തു, നിർത്താതെ. അല്ലാതെ രാംധുൻ പാടാൻ ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ഓമനച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഗാന്ധിജി മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടത്, വെടിയേറ്റു മരിച്ചു എന്നാണ് ന്യൂസ് എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊക്കെ കൊച്ചായിരുന്നെങ്കിലും തോന്നി, ഗാന്ധിജിയെ പോലത്തെ ഒരാളിനെ ആര് വെടിവെക്കും, എന്തിനാണ് വെടിവെച്ചത്? അപ്പോൾ ചോദിച്ചു, ഈ അമ്മാവൻ നല്ല ലോകപരിചയമുള്ള ആളാണ്, ഗാന്ധിജി ആരെങ്കിലും വെടിവെക്കുമോ? ഒരു സമാധാന ദൂതനായിട്ടുള്ള ഒരാളിനെ എന്തിനു വെടിവെക്കണം? എന്താ കാരണം? അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നു അന്ന് പറഞ്ഞത്. എൻ്റെ ഒരു കൊച്ചച്ഛൻ പറഞ്ഞു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും ഒരു ശരിയായ രീതിയിൽ അനുപാതത്തിൽ മനസ്സിലാക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യാതെ ഗാന്ധിജി മുസ്ലിങ്ങളെയും കൂടെ നമ്മുടെ ഇന്ത്യക്കാരായിട്ട് കണ്ടു. അപ്പോൾ അതിഷ്ടപ്പെടാത്ത നാഥൂറാം എന്ന് പറഞ്ഞ ഒരാൾ, ഗോഡ്സെ എന്ന് പറയുന്നയാൾ, എന്തിനാ അങ്ങനെ അത്തരം വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? ഇയാളാണല്ലോ ഇതിൻ്റെ ഒരു ആണിക്കല്ല്, എന്നാൽ ഞാൻ തീർത്തേക്കാം എന്ന് പറഞ്ഞൊരു വൈരാഗ്യത്തോടെ ഗാന്ധിജിയെ ചെന്നിട്ട് ഈ ഗുരു എന്ന് വിളിക്കുന്നത് പോലെ അത്ര മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഞങ്ങളത് മലയാളത്തിൽ പറഞ്ഞു തന്ന്, ഗാന്ധിജി വന്ദനം ടു, ഗാന്ധിജി വന്ദനം ടു. അതായത് വന്ദിക്കുന്ന ഗുരുനാഥനെ വെടിവെച്ച് കൊന്നു. ആ ശബ്ദമൊക്കെ കേൾപ്പിച്ചു. ഞങ്ങളൊക്കെ പിന്നെ വീട്ടിലുള്ള കളികൾ കളിക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം അറിയാതെ ഏതെങ്കിലും തൂണിൻ്റെ മറവിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ വേറൊരാൾ ഗാന്ധിജി വന്ദനം ടു എന്ന് പറയാൻ തുടങ്ങി. കളി പോലെ ആയിപ്പോയി. പക്ഷെ ഞാൻ മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കോൺഷ്യസ്നെസ് ഓഫ് ഗാന്ധിജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ലളിതമായ വസ്ത്രധാരണം മതി, ലളിതമായ ആഹാരം മതി. ഒരു നേരം ഒരാൾ ആഹാരമില്ലാതെ വന്നാൽ കഴിക്കാൻ കൊടുക്കണം. ഒരുപാട് ഈ ഇതുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ ഗാന്ധിജിയുടെ. എൻ്റെ അമ്മൂമ്മ ഗാന്ധിജി മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ദൃഢനിശ്ചയം എടുത്തു, ആഴ്ചയിൽ 3 ദിവസം വ്രതം. ആ പങ്ക് അന്ന് കഴിക്കാത്തത് ആർക്കെങ്കിലും കൊടുത്തിരിക്കണം, നിർബന്ധം. ഈ ഗാന്ധിജിയുടെ മരണം എന്തോ ഒരു വളരെ തെറ്റായ കാര്യമാണ്, ഇമ്മോറൽ എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ബോധ്യപ്പെട്ടു, മുതിർന്നവർക്കുമുണ്ട്. എൻ്റെ അമ്മൂമ്മ പിന്നെ ആഴ്ചയിൽ 3 ദിവസം ഗാന്ധിജിക്ക് വേണ്ടി അപ്പോഴെല്ലാം ഉപവാസം, വെള്ളം പോലും കുടിക്കില്ല, നാമം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. രാമായണമോ ഭാഗവതമോ ഒക്കെ വായിക്കും. ഇതെനിക്ക് ഓർമ്മയുണ്ട്.